കുറ്റവാളികൾ മഹത്വവൽക്കരിക്കപ്പെടരുത്, കുറ്റകൃത്യങ്ങളും സെലിബ്രേറ്റ് ചെയ്യപ്പെടരുത്. പിന്നെ ഇവിടെ എന്തുകൊണ്ടാണ് ഈ ആൾക്കാർ ഈ വധശിക്ഷയ്ക്കെതിരെ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വധശിക്ഷയാണ്, അതുകൊണ്ടാണ്. അവർ ശിക്ഷിക്കപ്പെടരുതെന്നല്ല, ജീവപര്യന്തം തടവ് ശിക്ഷ തന്നെ അവർക്ക് വിധിച്ചാലും അങ്ങനെ ഒരു കുറ്റകൃത്യം അവർ ചെയ്തത് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ അവരതിന് അർഹയാണ്. അല്ലാതെ ഇപ്പോൾ തമിഴ്നാട്ടിൽ പേരറിവാളനെ വിട്ടയച്ചതിന് ശേഷം നാട് നീള സ്വീകരണം സർക്കാർ കൊടുക്കുകയായിരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയെ, എല്ലാവർക്കും പ്രിയങ്കരനായ വ്യക്തിയെ, അദ്ദേഹത്തിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ക്രൂഷ്യലായിട്ടൊരു കാര്യം ചെയ്ത ആളാണ് അദ്ദേഹം. പക്ഷേ അത് മഹത്വവൽക്കരിക്കാൻ അവിടെ ശ്രമിച്ചു. നമ്മളിവിടെ അതിന് ശ്രമിക്കേണ്ട. നമ്മുടെ നിയമബോധത്തിൽ ഒരാളെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിന് വിധേയയാക്കുന്നതുമായി സംബന്ധിച്ച് നിയമം ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ സമൂഹം ചിന്തിക്കുമ്പോൾ മുൻകാല ക്രിമിനൽ സ്വഭാവം, ഇവർക്ക് ക്രിമിനൽ ആൻറ്റിസിഡൻസ് ഒന്നുമില്ല. ഇങ്ങനെ മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് ഒത്തിരിയുണ്ട്. ശിക്ഷ വേണ്ടെന്നല്ല, അവരുടെ ജീവൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മുൻകാല ക്രിമിനൽ പശ്ചാത്തലമില്ല. അവർക്ക് കുട്ടികളുണ്ട്, അവർ മറ്റൊരു രാജ്യത്താണ്, നിയമസഹായം ഇഫക്റ്റീവായിട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടാകണമെന്നില്ല. ഇങ്ങനെ പല ഘടകങ്ങളും കണക്കിലെടുക്കുമ്പോൾ അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ. അത് മലയാളിയെന്നല്ല, തമിഴ്നാട്ടുകാരനാണെങ്കിലും യു പിക്കാരനാണെങ്കിലും അങ്ങനെ ഒരു ശ്രമം ഇന്ത്യൻ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതിൽ കുറ്റം പറയാനില്ല. പിന്നെ എപ്പോഴും ഇത് സമ്മർദ്ദമാകണമെന്നില്ല. ഇങ്ങനെയുള്ളതൊക്കെ കണ്ടവരുടെ മനസ്സും മാറാമല്ലോ. ചില സാഹചര്യങ്ങളിൽ അത് സമ്മർദ്ദമാകും, പക്ഷേ ഒരു മനമാറ്റത്തിലൂടെയാണെങ്കിലും പലപ്പോഴും അതല്ലേ ഖത്തറിൽ ഇന്ത്യ ചെയ്തത്, അത് സമ്മർദ്ദം തന്നെ ചെലുത്തുകയായിരുന്നില്ലേ? ഇനി അത് ഇന്ത്യയുടെ സമ്മർദ്ദം കൊണ്ട് അവരുടെ സമീപനം മാറിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ എന്തൊക്കെയായാലും ഒരു ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക ഈ സാഹചര്യത്തിൽ എന്നുള്ളതാണ് അഭിലഷണീയമായിട്ടുള്ളത്. പക്ഷേ ക്രൈംസ് സെലിബ്രേറ്റ് ചെയ്യപ്പെടാതിരിക്കട്ടെ, കുറ്റവാളികൾ മഹാന്മാരായിട്ട് വാഴ്ത്തപ്പെടാതിരിക്കട്ടെ.